السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. മഹാനായ റഷീദ് അലി ഷാബ് തങ്ങൾ അവരുടെ ബാബു തങ്ങൾ സ്റ്റേജിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ സജാതീങ്ങൾ, പണ്ഡിതന്മാര്, കാരണന്മാര്, മഹാനായ തുറപ്പൻചി ഉസ്താദിന്റെ 5ാം ഉറൂസിനോടനുബന്ധിച്ച് ഒരുമിച്ച് കൂടിയ ഈ വേദിക്ക് സ്വാഗതം പറയുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. സുദീർഘമായി സ്വാഗത പ്രസംഗം പറയുന്നില്ല. ഒരുപാട് പ്രാസംഗികന്മാരും ഉസ്താദുമാരൊക്കെ ഇവിടെ ഉണ്ട്. ഏതായാലും മഹാനായ ഉസ്താദിനെ കുറിച്ച് ആർക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല. മഹാനായ ഉസ്താദ് അവർകൾ ജീവിച്ച് കാണിച്ചു തന്ന പാതയിലൂടെ മുന്നോട്ട് എത്തിക്കാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വളരെ അത്ഭുതകരമായ ഒരുപാട് സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് മഹാനായ ഉസ്താദ് നമ്മെ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര്, മഹാനായ നബി കരീം നബിയാക്കന്മാരുടെ പിൻഗാമികളായ ഔലിയാക്കന്മാർ, മഹാന്മാരായ അമ്പിയാക്കന്മാർ ഈ ലോകത്ത് എന്തൊക്കെ പഠിപ്പിച്ചോ അത് ലോകത്തിനക്ക് തുടർ പഠനം നൽകിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ഈ ലോകത്ത് വന്നിട്ടുള്ളത്. ഒരുപാട് മഹത്തുക്കളെ കുറിച്ച് നമ്മൾക്കറിയാം. നമ്മളെ കണ്ണിൽ കണ്ട് നമ്മൾ കൂടെ ഇരുന്ന് അവിടുത്തെ സംസാരവും പ്രവൃത്തികളും ശൈലികളും ഒക്കെ മനസ്സിലാക്കിയ മഹാനായ ഒരു അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ വ്യക്തിയായിരുന്നു മഹാനായ തുറപ്പൻചി ഉസ്താദ്. മുസ്ലിമുകളാകുന്ന നമ്മൾക്ക് അവരുടെ ഈമാൻ രക്ഷപ്പെടാൻ, അവിടെ ജീവിക്കുമ്പോൾ, ഈ സങ്കീർണമായ ലോകത്ത് ജീവിക്കുമ്പോൾ അവരുടെ ദീനും ദുനിയാവും ഈമാനും രക്ഷപ്പെടാൻ അവർ എന്തൊക്കെ ചെയ്യണം എന്ന് പ്രവൃത്തിപഥത്തിലൂടെ കാണിച്ചു തന്നുകൊണ്ടാണ് മഹാനാറുകൾ നമ്മളോട് ഇവിടെ പറഞ്ഞത്. സ്വന്തം അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്, അല്ലാഹുവിൽ മാത്രം ജീവിതം നയിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തെയും മറ്റും ശ്രദ്ധിക്കാതെ, ദുനിയാവിനെയും അതുപോലെ തന്നെ പരിസരങ്ങളെയും ഒന്നും ശ്രദ്ധിക്കാതെ അല്ലാഹുവിൽ മാത്രം ലയിച്ചുകൊണ്ട് ജീവിച്ചു. അതിലൂടെ തന്നെ അല്ലാഹുവിലേക്ക് മറ്റുള്ള ആളുകളെ അടുപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് പ്രവൃത്തിയുടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മൾക്കറിയാം, ഈ 2 കൊടിമരങ്ങൾ മഹാനായ ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്, 2 മഹാന്മാരായ ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരായ വലിയ മഹാന്മാരായ 2 ആളുകളെ സ്മരിക്കാൻ വേണ്ടി താൽക്കാലികമായി കൊണ്ട് ഒരു കടി നാട്ടിക്കല്ല. നമ്മളൊക്കെ പലയിടത്തും കൊടികൾ നാട്ടുന്നു, പല സംഭവങ്ങളും സംഗമങ്ങളും സംഗമിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞാൽ കൊടി പറിച്ചിടും. പല ആളുകൾക്കും പലപ്പോഴും സംശയം തോന്നും, എന്താണ് ഇങ്ങനെ ഒരു കൊടി? മഹാനായ ഉസ്താദ് നമ്മൾക്ക് കാണിച്ചു തന്നത് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ഒരു പ്രത്യേക സമയത്തിൽ മാത്രം സ്മരിച്ച് അങ്ങ് അവസാനിപ്പിക്കേണ്ടതല്ല. എന്നും ഖിയാമത്ത് നാൾ വരെ ദിവസങ്ങളോ മാസങ്ങളോ സമയങ്ങളോ പരിധിയില്ലാതെ എപ്പോഴും അവർ സ്മരിച്ചുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി മഹാനവറുകൾ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി 2 കൊടിനാടങ്ങൾ മരങ്ങൾ ഇവിടെ നാട്ടി ഔലിയായിന്റെ നേതാക്കന്മാരായ 2 ആളുകളെ
എപ്പോഴും ആളുകൾ സ്മരിച്ചുകൊണ്ടിരിക്കണം, എന്നും ആളുകൾ ഓർത്തുകൊണ്ടിരിക്കണം, അവരെ സ്മരണകൾ പുതുക്കിക്കൊണ്ടിരിക്കണം, അവരാണ്ടുകൾ കടന്നു വരുമ്പോൾ അത് പുതുക്കിക്കൊണ്ടിരിക്കണം എന്നോർമ്മിപ്പിക്കാൻ വേണ്ടി മഹാനവറുകൾ സ്ഥാപിച്ചു. അന്ന് മുതൽക്ക് ഇന്ന് വരെ ഇടവിടാതെ ഈ പരിസരത്ത് ഈ 2 കൊടിമരങ്ങളുടെ ഇടയിൽ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റുകളിലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കൊക്കെ സൗകര്യമുണ്ടാകുമ്പോൾ ഇവിടെ വന്നാൽ കാണാം. ഏത് സമയത്ത് വന്നാലും ആരെങ്കിലും ഒരാൾ, ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും ഇവിടെ യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഏറ്റവും ചുരുങ്ങിയത് ഒരാളെങ്കിലും ഒരു യാസീൻ ഓതാതെ ഒരു സമയം ഇവിടെ കഴിഞ്ഞു പോകുന്നില്ല എന്ന്. അപ്പോ അതിലൂടെ മഹാനവറുകൾ നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്താ? അള്ളാഹുവിന്റെ ഔലിയായെ സ്മരിക്കുക, അതിലൂടെ നമ്മുടെ ഈമാനും ദുന്യാവും ആഖിറവും രക്ഷപ്പെടുത്തുക. ഇതിനുള്ള വഴികൾ മഹാനവറുകൾ വെട്ടിത്തെളിച്ചു. മാത്രമല്ല, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അവരെ ആ മഹത്തുക്കളെ സ്മരിക്കലിലൂടെ അതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കുമെന്നും മഹാനവറുകൾ നമ്മെ പഠിപ്പിച്ചു. മാത്രമല്ല, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പഠിക്കാൻ വേണ്ടി, ഉന്നതമായ സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അതിന്റെ തുടക്കം മഹാനവറുകൾ കുറിച്ചുപോയി. ഇന്ന് മഹാനവറുകൾ ഇവിടെ തുടക്കം കുറിച്ച ആ സ്ഥാപനങ്ങളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ മതവിധികൾ നുകർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷത്തിലും ചുരുങ്ങിയത് 40 വിദ്യാർത്ഥികളെങ്കിലും കോളേജിലും അതുപോലെ ദർസുകളിലേക്കും ഒക്കെ ആയിട്ട് 19ഓളം 50 60 കുട്ടികളോളം ഓരോ വർഷത്തിലും ഇവിടെ എടുത്തുകൊണ്ട് മഹാനായ ഉസ്താദ് അവർ സ്ഥാപിച്ച ആ ഉന്നതമായ ആ സ്ഥാപനം ഇന്ന് വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നു. അപ്പോൾ മഹാനായ ഉസ്താദ് അവറുകൾ ദീനിന്റെ നിലനിൽപ്പിന് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളും മാത്രമല്ല, ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാനവറുകൾ ദിക്റും ദുആകളും അതുപോലെ മഹാന്മാരും അവരുടെ ഉറൂസുകൾ ആണ്ടുകൾ കടന്നു വരുമ്പോൾ അവരുടെ മൗലൂദുകളും ദിക്റുകളും റാത്തീബുകളും ഒക്കെ കഴിക്കാൻ മഹാനവറുകൾ ജീവിതത്തിൽ തന്നെ ദിവസങ്ങളും സമയങ്ങളും നിശ്ചയിച്ചു തന്നു. ആ രീതിയിൽ വിടാതെ ഇന്ന് നടന്നു വരികയാണ്. അങ്ങനെയുള്ള മഹാനായ ഒരു ഉസ്താദിന്റെ ഉറൂസിലാണ് നമ്മൾ സംഗമിച്ചിരിക്കുന്നത്. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. മഹാനായ ഉസ്താദ് സ്ഥാപിച്ച ഈ സ്ഥാപനങ്ങളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ സംശയിച്ചിരുന്നു, എന്താകും ഇതൊക്കെ, അതൊക്കെ എന്തായി എന്ന് നമ്മൾ അനുഭവത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇനിയും ഇതിനോടനുബന്ധിച്ച് ഇത് പോരാ, ഇതിനോടനുബന്ധിച്ച് ഇനിയും കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും നിർമ്മിക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. കോളേജിന്റെ ആവശ്യത്തിന് വേണ്ടി ഇനിയും ബിൽഡിങ്ങുകൾ നിർമ്മിക്കാൻ നമ്മൾ നിർബന്ധിതരായിരിക്കുകയാണ്. അതിന്റെ ആ തുടക്കം കഴിഞ്ഞ വർഷത്തെ ഉറൂസോടുകൂടി തുടങ്ങി. ഇപ്പോഴും അതിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ഉസ്താദുമാരി അവരുടെ വേദൽ നിങ്ങളോട് മുന്നിൽ വെക്കുമ്പോൾ അതിനൊക്കെ വേണ്ടുന്ന ഒത്താശകൾ, സഹായങ്ങൾ, സഹകരണങ്ങൾ നിങ്ങൾ ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മഹാനായ ഉസ്താദിന്റെ ഉറൂസ് സംഗമിച്ച് ഇരു വീട്ടിലും വിജയിച്ച വിജയികൾ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉസ്താദ് അവറുകൾ കാണിച്ചു തന്ന പാതയിലൂടെ മരണം വരെ മുന്നോട്ട് പോകാൻ നമ്മൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇതിനു വേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. ഒരാഴ്ചയല്ല, എന്നും ഇവിടെ കഴിഞ്ഞ ഉറൂസ് തുടങ്ങി നിർത്തി അന്ന് ഒരുപാട് കാര്യങ്ങൾക്കൂടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താൽക്കാലികമായി ഉറൂസിന് വേണ്ടി നിർത്തിവെച്ചിരിക്കുക. അതിന്റെ സെക്രട്ടറി കുഞ്ഞാപ്പു ഹാജിയൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ബന്ധപ്പെട്ട പ്രവർത്തകരൊക്കെ ഉണ്ട്. കഴിഞ്ഞ ഉറൂസിൽ നിങ്ങൾ മുന്നിൽ വെച്ച ആ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച് അന്ന് മുതൽ ഇന്ന് വരെ ഈ ഉറൂസിന്റെ ഒരാഴ്ച വരെ അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹാനായ ഉസ്താദിന്റെ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് ഈ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിന്റെ ഉയർച്ചയും വളർച്ചയും കണ്ടുകൊണ്ട് കൺകുളിർക്കെ കാണാനും അനുഭവിക്കാനും അതിന്റെ ഹൈറുകൾ സമ്പാദിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ നടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ സംഗമത്തിന്റെ അധ്യക്ഷം വഹിക്കാൻ എത്തിയിരുന്നത്
മഹാനായ കൊട്ടുമല വാപ്പുസ്താദാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ മഹത്തായ സംഗമത്തിന് ഉദ്ഘാടനം ചെയ്യുന്നത് മഹാനായ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട് അവറുകളാണ്. വളരെ ആദരപൂർവ്വം മഹാനവറുകളെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ യോഗത്തെ ഈ സംഗമത്തിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുവാനേറ്റ നൗഷാദ് ബാക്കരി ഉസ്താദ് അവറുകളെ അടുത്ത് ഇവിടെ എത്തും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ വേദിയിൽ ഒരുപാട് ഉസ്താദന്മാര്, സാദാത്യങ്ങള്, ബഹുമാനപ്പെട്ട എട്ടി കുഞ്ഞാത്തങ്ങൾ കൊണ്ടോട്ടി, അബ്ദുറഹ്മാൻ ദാരിമി, അധ്യക്ഷവിടി, അഹമ്മദ് കുട്ടി വാക്കവി മോങ്ങം, പാലത്തിൽ ബാബു ഹാജി, കെ അബ്ദുള്ള ഹാജി കവനൂരി, ഇങ്ങനെ ഒരുപാട് നേതാക്കന്മാരും കാരണവന്മാരും വേദിയിലും സദസ്സിലൊക്കെ ഉണ്ട്. എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. അള്ളാഹു എല്ലാവരെയും സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായ സന്തോഷത്തോടുകൂടി സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ഈ സംഗമത്തെ അവസാനം വരെ കൊണ്ടുപോകാനും അതുവഴി ഇരു വീട്ടിലും വിജയം നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാബുസ്താദ് വരുന്നതുവരെ ഈ യോഗത്തെ മഹാനായ ഉസ്താദ് കുട്ടിയസന്താരൻ നിയന്ത്രിക്കും. മഹാനവറുകളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് താൽക്കാലികമായി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട കേരള വഖഫ് ബോർഡ് ചെയർമാൻ മർഹൂം സയ്യിദുന ഉമർ അലി ശിഹാബ് തങ്ങളുടെ മൂത്തപുത്രൻ കൂടിയായ റഷീദ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ബഹുമാന്യനായ അധ്യക്ഷൻ കുട്ടിസന്താരമി, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ബാപ്പുത്തങ്ങൾ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മറ്റു സാദാത്യങ്ങളെ, പണ്ഡിതരെ, ഉമറാക്കളെ, സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയുള്ള തന്നെ വലിയുല്ലാഹി മുഹമ്മദ് മുസ്ലിയാറിന്റെ ഉറല്ലാഹു മർക്കദ അവരുടെ 5ാമത് ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ചാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ സൽക്രമായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരുവീട്ടിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽപ്പെട്ട ധാരാളം ആളുകൾ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ട് അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഹ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പല ആളുകളും അസുഖബാധിതരുമാണ്, അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. ധാരാളം ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് അള്ളാഹു അവരുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ദൂരീകരിക്കുമാറാവട്ടെ. അവരുടെ പല ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവരുടെ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ആ പ്രയാസങ്ങളും അവർക്ക് നേടിയെടുക്കേണ്ട കിട്ടേണ്ട എല്ലാ തരത്തിലുള്ള ഇതും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. മഹാനവറുകൾ നമുക്ക് നിരവധി കറാമത്തുകളും ഒക്കെ കാണിച്ചു തന്ന് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോകും. മഹാനവറുകളുടെ സ്മരിക്കുകയും മഹാന്റെ സ്മരണ പുതുതലമുറക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് മഹാനവറുകളെ കുറിച്ച് ജീവിത ചരിത്രം, ജീവിത പാന്താവും വഴിയും ആ വഴിയായിരിക്കണം നാം എല്ലാവരും തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ദുനിയവിയായ ഒരാഗ്രഹവുമില്ലാതെ ഉഖ്റവിയായ ഒരാഗ്രഹത്തിന് മാത്രം അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിതം അർപ്പിച്ചാണ് നമുക്കെല്ലാവർക്കും ഈ ദുനിയവിയായ ഈ ദുനിയാവിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ നമുക്ക് ജീവിതം പരാജയമാണ് നാം എല്ലാവരും നേരിടുന്നത്. അള്ളാഹുവിലേക്ക് നാം കൂടുതൽ അടുക്കണം.
അള്ളാഹുവിന് വേണ്ടി ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിന് വേണ്ടി സ്വലാത്തും ദിക്റുകൾ ചൊല്ലി അള്ളാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ട് അള്ളാഹുവിനോട് മനുഷ്യരായ നാം ദിനംപ്രതി അറിഞ്ഞും അറിയാതെയൊക്കെ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് അതിന് പ്രായശ്ചിത്തം നടത്തി മാപ്പാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. അതിലൂടെയാണ് നമുക്ക് നമ്മുടെ ജീവിതം, പരലോക ജീവിത വിജയം കൈവരിക്കാൻ സാധ്യമാവുകയുള്ളൂ. മഹാനവറുകളുടെ പാത ഈ സമൂഹം അവരവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് പിൻപറ്റിക്കൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അള്ളാഹിന്റെ കലാമായ വിശുദ്ധ ഖുർആനും സുന്നത്തും അള്ളാഹിന്റെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ഉത്തമ ബോധമുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ ലക്ഷ്യമാണ് നമുക്ക് എല്ലാവരും ഉള്ളത്. നീതിമാനായിരിക്കണം, സത്യസന്ധത പാലിക്കണം, ജീവിതത്തിൽ കളവേ പറയാൻ പാടില്ല. അങ്ങനെ നിരവധി കാര്യങ്ങൾ അള്ളാഹു നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് കഴിയണം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അനാചാര, ദുരാചാര, അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തിന് ബോധവൽക്കരണം അനിവാര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് ചെറുപ്രായത്തിൽ ദീനി വിദ്യാഭ്യാസം നൽകുകയും ഇന്നിവിടെ തന്നെ നല്ല സ്ഥാപനം ഒരു വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഉതകുന്ന രീതിയിലുള്ള മതപദ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജാമിയ നൂരിയയുടെ അഫിലിയേറ്റഡ് കോളേജായിട്ട് നമ്മുടെ ഈ സ്ഥാപനം വളർന്നു വരികയാണ്. വളരെയധികം ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിക്കുകയും ചെയ്യും. ധാരാളം മക്കൾ, കുട്ടികൾ ഇവിടെ പഠിക്കുന്നുമുണ്ട്. അള്ളാഹിന്റെ ദീൻ പഠിക്കാനാണ് ഇവിടെ ഇത്ര വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നത്. ഇനിയും ഇതിലധികമുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ അള്ളാഹിന്റെ ദീനിന് വേണ്ടി കെട്ടിപ്പടുക്കാനും അള്ളാഹിന്റെ ദീന് വേണ്ടി പ്രവർത്തിക്കാനും അതിനുവേണ്ടിയുള്ള സഹായങ്ങളൊക്കെ നൽകി അനുഗ്രഹിക്കാനും നമുക്ക് അള്ളാഹു നൽകിയ സമ്പത്തിന്റെ ഒരു വിഹിതം അള്ളാഹിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചുകൊണ്ട് എല്ലാവരും ഇതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങിക്കൊണ്ട് പ്രവർത്തിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ മക്കളെ നേരായ മാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് ഇത്തരം വേദികളിൽ നിന്ന് കിട്ടുന്ന പ്രഭാഷണങ്ങളിൽ കിട്ടുന്ന വിജ്ഞാനത്തിന് മുത്തുകൾ അവരവരുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പകർത്തിക്കൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നേറുന്ന ഉത്തമ ബോധമുള്ള സമൂഹത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ഈ വൈകിയ വേളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നാഥന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ നിർവചിത പ്രഖ്യാപിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله بعد. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സാദാത്യങ്ങളെ, സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മജ്ലിസ് അവന്റെ മർദിയായ മഖ്ബൂലായ മജ്ലിസായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനയുടെയും അവിടുത്തെ മശായിഖന്മാരുടെയും ഔലിയാക്കന്മാരുടെ ഒക്കെ ഹുദൂർ കൊണ്ട് അനുഗ്രഹീതമായ ഈ മജ്ലിസ് ഇതുപോലെ ബഹുമാനപ്പെട്ടവരുടെ കൂടെ അള്ളാഹുവിന്റെ ഹബീബാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹത്തായ സ്ഥാപനത്തിനെ നേരത്തെ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഒരാൾക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. പക്ഷേ ഈ സ്ഥാപനം, ഇതിന്റെ ഈ വണ്ണവലിപ്പം, ഇതിന്റെ വ്യാപ്തി നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലത്തെ ഉറൂസും. ഈ ബിൽഡിംഗ് തന്നെ കുറെ കമ്പി ബഹുമാനപ്പെട്ട ഉസ്താദ് ശൈഖുന അവറുകൾ പുറത്തോട്ട് നീട്ടിയിടാൻ നിർബന്ധിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം
ഇനിയും ഈ ബിൽഡിംഗ്, ഇപ്പോൾ നിലവിലുള്ള ഈ ബിൽഡിംഗ്, ഇതിന്റെ ഈ പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ 1000 ചാക്ക് സിമന്റ് വേണ്ടി വന്നിട്ടുണ്ട് ഒരു നിലക്ക്. അപ്പൊ 2000 ചാക്ക് സിമന്റിന്റെ കോൺക്രീറ്റ് ആണ് ഈ വണ്ണ വലുപ്പത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മേലെ വേറെയും വലിയ പള്ളി നിർമ്മിച്ചിരിക്കുകയാണ്. ഇതിന് മേലോട്ട് ഉയർത്തേണ്ടതുണ്ട്. ഇവിടെ എന്തൊക്കെയോ വരാൻ പോകും. ഈ വരാൻ പോകുന്നതൊക്കെ ബഹുമാനപ്പെട്ടവര് നമ്മളിൽ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം പറയുന്ന ശൈലിയല്ലല്ലോ ബഹുമാനപ്പെട്ടവരുടെ ശൈലി. എല്ലാവരെയും മുന്നിൽ പരസ്യപ്പെടുത്തി പറയുന്ന സ്വഭാവം അള്ളാഹുവിന്റെ വലിയ വലിയ മഹാന്മാർക്കൊന്നും ഉണ്ടാവില്ല. അവരെ മനസ്സിൽ ആഗ്രഹിച്ചതൊക്കെ അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും എന്ന് അവർക്ക് ഉറപ്പ് ലഭിച്ചവരാണവർ. അവ ഇവിടെ കാണുന്ന ഈ ചിത്രം, ഇന്ന് നമ്മൾ കാണുന്ന ഈ ചിത്രം ബഹുമാനപ്പെട്ടവര് നേരത്തെ ലൗഹുൽ മഹ്ഫൂദ് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്ത പ്ലാനുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനിത്രയധികം വലിയ പള്ളി? ചിലരിങ്ങനെ പൂട്ടിയിട്ടത് എന്തിന് പള്ളി എന്നൊക്കെ കേരളത്തിന്റെ മുക്കുമൂലയിൽ പ്രസംഗിച്ച പ്രഭാഷകന്മാരുണ്ടായിരുന്നു. അവരിപ്പം അഡ്രസ് ഇല്ലാത്തവരായി മാറി. അവരെക്കുറിച്ച് പറയാനല്ല ഞാൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ ദിനപത്രത്തിൽ ഈ മഹത്തായ സ്ഥാപനത്തിനെ സംബന്ധിച്ച് കോടികളുടെ പള്ളി, മിണ്ടാത്ത മുസ്ലിയാർ എന്ന് ബഹുമാനപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന പള്ളിയുടെ ഫോട്ടോ വെച്ചിട്ട് അവർ പ്രദർശിപ്പിച്ച് പരസ്യം ചെയ്തിരുന്നു. പക്ഷേ അവർക്കൊന്നും തിരിയാത്ത ഒരു ലോകം ബഹുമാനപ്പെട്ടവര് നേരത്തെ കാണുകയായിരുന്നു. ഞാൻ നീട്ടി പറയുന്നില്ല. എന്തൊക്കെയാണ് ബഹുമാനപ്പെട്ടവര് പ്ലാൻ ചെയ്തത് എന്നതിനെ സംബന്ധിച്ച് ഒരു വലിയ ചിത്രം നമ്മുടെ ഇന്നത്തെ ഇതിന്റെ ജനറൽ സെക്രട്ടറിയും സ്വാഗതസംഘം ജനറൽ കൺവീനറുമായ ബഹുമാനപ്പെട്ട OP കുഞ്ഞാപ്പു ഹാജിയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേട്ട് മനസ്സിലാക്കിയ സംഗതി ഘട്ടം ഘട്ടമായി ആവശ്യാനുസരണം ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു, നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ OP കുഞ്ഞാപ്പു ഹാജിയോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്യാറില്ല. ചിലർക്ക് അസൂയ തോന്നും. എന്തിനിങ്ങനെ ഒരു സ്കെൽറ്റായ ഒരു മനുഷ്യൻ, ഒന്നിനും കൊള്ളാത്തൊരു ടവറും കെട്ടി നടക്കുന്ന ഒരു മുറിയും കുപ്പായിട്ട് ഒരു ഹാജിയെ ഇത്രയധികം എന്തിനാണ് മൗലവിമാരെ നിങ്ങളൊക്കെ ബഹുമാനിക്കുക, അതോട് ഇങ്ങനെ ചോദിക്കുന്ന എന്തിനാ എന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം. അതിൽ അസൂയപ്പെട്ടൊരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരു ഖാദിമായി, ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനായി വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് സ്വകാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ നടക്കുന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ള ഒരു പൊതുവായ ഇജാസത്ത്, അനുവാദം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നടക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. നമ്മൾ കുഞ്ഞാപ്പാജിയോട് ചോദിക്കാമെന്ന് പറയും. എന്ത് ചെയ്യണമെന്നറിയില്ല. നിർമ്മാണങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന നിർമ്മാണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം കുന്നിന് മുകളിൽ കയറിയ മാതിരിയാണ് ഇപ്രാവശ്യം. വലിയൊരു പാർക്കിംഗ്. എങ്ങനെയാ മതിൽ കെട്ടിയെന്ന് നിങ്ങൾ ചോദിക്കും. മനുഷ്യൻ കെട്ടാൻ കഴിയാത്ത കെട്ടാണ് ഈ താഴെ കാണുന്ന ഈ പാർക്കിങ്ങിന് വേണ്ടി കെട്ടിയിരിക്കുന്ന കെട്ട്. അതിന്റെ കെട്ടിൽ മുമ്പന്തിയിൽ നിന്നത് JCB എന്ന് പറയുന്ന ആളാണ്. JCBക്കല്ലാതെ ആ പാറക്കെട്ടുകൾ അങ്ങനെ അവിടെ അടക്കി ഒതുക്കി അവിടെ പടവ് ചെയ്യാൻ JCBക്കല്ലാതെ സാധിക്കില്ല. അത് നല്ലൊരു ഡ്രൈവർ, ഒരു പരിചയസമ്പന്നനായ ഡ്രൈവർ. നിങ്ങൾ നോക്കൂ, ഇനി അടുത്ത ദിവസം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വലിയൊരു സംഭവമുണ്ട്. ഇൻഷാ അല്ലാഹ് കാണാം. ഇപ്പൊ ഈ കുന്നിന് മുകളിലേക്ക് വണ്ടി കയറ്റാൻ കഴിയാത്തവർ, വിഷമിക്കുന്നവർ, വളണ്ടിയർമാരോട് ദേഷ്യം പിടിക്കുന്നവർ, ഇൻഷാ അല്ലാഹ് അടുത്ത ഭാവിയിൽ അങ്ങനെ ദേഷ്യം പിടിക്കേണ്ടി വരില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് നേരത്തെ കാലത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിലെ താഴെ
അങ്ങനെ താഴത്തു കൂടി റോഡുണ്ടാക്കിയിട്ട് അപ്പുറത്ത് കൂടി ഈ പർവ്വതത്തിന്റെ തായ്വരയിലൂടെ പുറത്തോട്ട് പോവാനും പാർക്ക് ചെയ്യാനും സൗകര്യമുണ്ടാക്കണമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുന കുഞ്ഞാപ്പു ഹാജിയോട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടക്കും, അതൊക്കെ നടപ്പിൽ വരും. ചിലർ വിചാരിക്കും എന്നെ കൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു വിചാരം ആർക്കും വേണ്ട. ഇത് ലൗഹ് നോക്കി സംസാരിക്കുന്ന മഹാന്മാർ ഈ സമുദായത്തിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ലൗഹ് നോക്കി സംസാരിക്കുന്ന സ്വഹാബിയായിരുന്നു. ലൗഹ് നോക്കിയിട്ട് അവിടെ ഇറങ്ങുന്ന ആയത്ത് അടുത്ത സെക്കൻഡിൽ ഇറങ്ങാൻ വരുന്ന ആയത്ത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇത്തഖദൂ മിൻ മഖാമി ഇബ്രാഹീം മുസല്ലാ എന്ന ആയത്ത്. അതിനെ സംബന്ധിച്ച് ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ ആയത്ത് ഇറങ്ങാൻ ഉമർ റളിയല്ലാഹു അൻഹുവാണ് കാരണം. യഥാർത്ഥത്തിൽ മഹാനായ മുഫസ്സിരീങ്ങളിൽ പെട്ട ഒരു മഹാനായ പണ്ഡിതൻ സുൽത്താനുൽ ആരിഫീൻ ശംസുൽ ഉലമ ശൈഖുനാ ശംസുൽ ഉലമ റളിയല്ലാഹു അൻഹു അവിടെ ബയാൻ ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. എടോ, അത് ഉമർ റളിയല്ലാഹുവിന്റെ അഭിപ്രായമല്ല, അങ്ങനെ ഒരാളുടെ ഒരു മഖ്ലൂഖിന്റെ അഭിപ്രായമല്ല ഖുർആൻ. നേരെ മറിച്ച് ആ ഇറങ്ങാൻ പോകുന്ന ആയത്ത് ഇത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീം മുസല്ലാ എന്ന ആയത്തിൽ ലൗഹിലേക്ക് നോക്കിയപ്പോൾ സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു നേരത്തെ ആ ആയത്ത് ലൗഹ് നോക്കി ഓതിപ്പോയതാണ്. ആ ഓതിയ ഉടനെ അതാണ് നസൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയത്തുമായി അവിടെ അവതരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലൗഹ് നോക്കി സംസാരിക്കുന്ന സഹാബത്തുണ്ടായിരുന്നു. അതുപോലെ ഈ കൊടിമരത്തിന് ആരെ പേരിലാണോ ഈ കൊടിമരം, ഇത് ബഗ്ദാദിലേക്ക് സൂചന നൽകിയിട്ടുള്ള കൊടിമരമാണ്. ഈ കൊടിമരം ഇറാഖിലെ ബഗ്ദാദിൽ മഹാനായ ഖുത്ബുൽ അഖ്താബ് ഓസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരമാണ് ഈ കൊടിമരം. ഈ കൊടിമരത്തിന് ഒരുപാട് മഹത്വം ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. ആ മഹാനായ ഹുസല്ലാദും തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, ലൗഹില്ലാതെപ്പോഴും എൻ കണ്ണ് എന്നോവാർ, എന്റെ കണ്ണെപ്പോഴും ലൗഹിലാണ്. ലൗഹിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുന്ന മഹാനായ ഖുത്ബുൽ അഖ്താബ് ഓസ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി. കേട്ടോ, ലൗഹ് നോക്കി സംസാരിക്കും. ബഹുമാനപ്പെട്ടവർ പറയാറുണ്ട്, വലാമി അലാ റഅസിൽ ജിബാലി. മഹദി മൗലൂദിൽ കാണാം, വലാമി എന്റെ പതാകകൾ അലാ റഅസിൽ ജിബാലി, ഒട്ടനവധി പർവ്വതങ്ങളുടെ മേലെ എന്റെ പതാകകൾ പാറിപ്പറക്കുമെന്ന് മഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പതാകകളിൽപ്പെട്ട ഒരു പതാകയാണ് ബഹുമാനപ്പെട്ടവരുടെ മുരീദന്മാരിൽ നമ്മൾ കണ്ട മുരീദായ ഖലീഫയായ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അല്ലാഹു ആ മഹാന്റെ പദവി ഉയർത്തട്ടെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം സ്ഥാപിച്ചിരിക്കുന്ന കൊടിമരമാണ് ഈ കൊടിമരം. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി ലൗഹ് നോക്കി സംസാരിക്കുന്ന മഹാനായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ബഹുമാനപ്പെട്ടവരും ലൗഹ് നോക്കി സംസാരിക്കുന്ന വിലായത്തിന്റെ വലിയ ദർജ എത്തിച്ച മഹാനായിരുന്നു. ആര്? മഹാനായ സുൽത്താനുൽ ആരിഫീൻ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. നമ്മൾ ഇവരൊക്കെ കണ്ടുപോയി എന്നൊരു തെറ്റാണ് നമുക്കുള്ളത്, അല്ലേ? നമ്മൾ സമാനിൽ ഈ മഹാന്മാര് ജീവിച്ചു, നമ്മളുടെ ഇടയിൽ നിന്ന് മരിച്ചുപോയി എന്നൊരു ബേജാറാപ്പം നമുക്ക്, അല്ലേ? എന്നാൽ വലിയ വലിയ മഹാന്മാർ ഖിയാമത്ത് നാൾ വരെ മുറബ്ബീങ്ങളായ മശായിഖന്മാർ നിലനിൽക്കുമെന്ന്. മുറബ്ബീങ്ങളായ മശായിഖന്മാർ എന്നാണോ ഈ ഭൂമി ലോകത്ത് നിന്ന് അവസാനിക്കുന്നത് അന്ന് ഈ ലോകത്തിന്റെ അന്ത്യമാണെന്നതാണ് ചരിത്രം. മുറബ്ബീങ്ങളുണ്ടാവും. ചിലർ പറയുമ്പോൾ മമ്പറന്നങ്ങൾ മുറബ്ബിയല്ല, ഒരു പരമവിഡ്ഢി എഴുതി വെച്ചിരിക്കുകയാണ്, പ്രസംഗിച്ചിരിക്കുകയാണ്, വലിയ പണ്ഡിത ഓറാണെന്നാണ് അയാളുടെ ധാരണ. മുറബ്ബീങ്ങളായ ശൈഖന്മാരെന്ന് തീരെ ഉണ്ടാവില്ല എന്ന് പറയാൻ ഈ കള്ളന്മാര് ശൈഖന്മാരും
വ്യാജന്മാരായ ശൈഖന്മാരും തെരീക്കത്തുകാർ ഇവിടെ ഇറങ്ങിയതുകൊണ്ടായിരിക്കാം അവരങ്ങനെ. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ഏതായാലും മുറബ്ബീങ്ങളായ ശൈഖന്മാർ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഒരിക്കൽ സഹീഹുൽ ബുഖാരി ഓതുന്ന സമയത്ത് മുറബ്ബിയായ ശൈഖിനെ സംബന്ധിച്ച് ശംസുൽ ഉലമ ചർച്ച ചെയ്യുകയാണ്. ആ സമയത്ത് ഒരു കുറ്റ്യാലി എന്ന് പറയുന്ന വാളക്കുളം കുറ്റ്യാലി ബുഖാരി സബക്കിൽ നിന്ന് എഴുന്നേറ്റു. ഇപ്പോൾ അങ്ങനെ മുറബ്ബി ഉണ്ടോ? ഉണ്ടെങ്കിൽ ആര്? ശംസുൽ ഉലമ ഞാൻ തന്നെടോ, നിനക്കെന്താ സംശയം എന്ന് ചോദിച്ചു. കുറ്റ്യാലി അങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുന്ന ആളാ. അയാൾക്കനുസരിച്ചൊരു മറുപടിയും അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഷെയ്ഖ് മുറബ്ബി ഖിയാമത്ത് നാളെ വരെ ഉണ്ടാവും. മുറബ്ബീങ്ങളായ മശായിഖന്മാരിൽ പ്രധാനിയായിരുന്നു ആര്? ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാമായിരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്. അല്ലാഹു മഹാന്റെ ദറജ ഉയർത്തട്ടെ. അപ്പോ ഈ മഹാന്മാർ ഉദ്ദേശിച്ചത് ആയത്തെ കാലത്ത് മനസ്സിൽ നിയ്യത്ത് ചെയ്തൊക്കെ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. ഇനിയിപ്പോ ആരും പേര് കെട്ടിയിട്ട് കാര്യമില്ല, അർത്ഥം തന്നിട്ട് കാര്യമില്ല, അത് നടക്കും. കണ്ടോ നിങ്ങൾ ഈ പർവ്വതത്തിലേക്ക്, ഈ കൊടിമരത്തെങ്കിലേക്ക് 10,000-ങ്ങളാണ് ഒഴുകി വരുന്നത്. റോട്ടിൽ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയപ്പോ എത്രമാത്രം വാഹനങ്ങളും ജനങ്ങളുമാണ് ഇങ്ങോട്ടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ വന്നവർ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഈ മഹത്തായ സ്ഥാപനം നിങ്ങളെ മനസ്സിലേറ്റണം. ഇതാ നമുക്ക് പറയാം. ഇതിന് സംഘാടകർക്ക് ഇങ്ങോട്ട് പറയാനുള്ളതാണ്. കുഞ്ഞാപ്പാജി എന്നോട് പറയാൻ തന്നെ പ്രത്യേകം വളർത്തിയിരുന്നു. നിങ്ങൾ ഈ സ്ഥാപനം നിങ്ങൾ ശ്രദ്ധിക്കണം. ഉസ്താദ് അവർകൾ ഹയാത്ത് കാലത്ത് നിങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെടുന്നത് പോലെ നിങ്ങൾ ഇപ്പോഴും ഈ സ്ഥാപനവും ബഹുമാനപ്പെട്ടവരുടെ മക്കാമും പള്ളികളുമായി സ്ഥാപനങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടണം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ടാകും, സംശയിക്കണ്ട. ഉസ്താദ് നമ്മുടെ കൂടെ ഉണ്ടാകും. ചെറിയ ഉസ്താദ് ഒന്നല്ല നമ്മൾ ഉസ്താദ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണല്ലോ. നമുക്ക് വല്ല പ്രതിസന്ധിയും പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇവിടേക്ക് എന്തെങ്കിലും ഒന്ന് നേർച്ചയാക്കിയാൽ മതി. ഇവിടെ നല്ല ഇൽമിനോട് വലിയ ബഹുമാനവും സ്നേഹമായിരുന്നു ഉസ്താദ്. മുത്തലിമീങ്ങളെ കേട്ട് കണ്ടാൽ വ്യാഴാഴ്ചല്ലാത്ത ദിവസം ദർസിന്റെ ദിവസം മുത്തലിമീങ്ങളെ കണ്ടാൽ മുത്തലിമീങ്ങളോട് മുപ്പർക്ക് ശോഭം വരും, ദേഷ്യം വരും. എന്താണെന്ന് ഇവിടെ അവരോട് മുഖം കാണിക്കില്ല. വ്യാഴാഴ്ച ഉച്ചന്റെ ശേഷം മുത്തലിമീങ്ങളെ കണ്ടാൽ വലിയ സന്തോഷം, എന്നതില്ലാത്ത സന്തോഷം. ആ മുത്തല്ലിമിന്റെ ഇൽമിന്റെ ആയം ബഹുമാനപ്പെട്ടവർ കാണും, നോക്കും, കൽബ് നോക്കും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽബാകാമെന്നോവർ പറഞ്ഞില്ലേ? അതുപോലെ മുരീദിന്റെ കൽബ് കാണുന്ന ആൾക്കേ മുറബി എന്ന് പറയും. മുരീദിന്റെ തലക്കെട്ട് മാത്രം പുറത്ത് കാണുന്ന ആൾക്ക് ശേഖ് മുറബി എന്ന് പറയില്ല. കൽബ് കാണണം. എങ്ങനെ കുപ്പിന്റെ അകത്തുള്ള വസ്തുവിനെ കാണുന്നത് പോലെ കൽബ് കാണാൻ കഴിയണം. ബഹുമാനപ്പെട്ടവർ അങ്ങനെ കണ്ടിരുന്നു. മുത്തലിമിനെ കണ്ടാൽ ബഹുമാനപ്പെട്ടവരിങ്ങനെ ചോദിക്കും, ഓനെ ഏത് കിതാബാ ഓതുന്നതെന്ന്. ഷറഫുൽ ഓതുന്ന ഒരു മുത്തലിമാണെങ്കിൽ ഞാൻ ഷറഫുൽ ഓതുന്ന ആളെന്ന് പറയണമെന്നില്ല. ഷറഫുൽ ഒരു വരി, ഒരു ഇഷ്കാല്, അല്ലെ ഒരു ഷറഹ്, അല്ലെ ഒരു കുണ്ടൻ ഷറഹ്, അതിനിടയിലുള്ള ചെറിയ ഷറഹ് ഉണ്ടല്ലോ, അത് ബഹുമാനപ്പെട്ടവർ ചോദിക്കും. എല്ലാ കിതാബിന്റെയും ഷറഹുകളടക്കം ബഹുമാനപ്പെട്ടവർക്ക് ഹിഫ്ളായിരുന്നു. ഒരു മർബിയ ശൈഖ് വലിയ ബഹറാവണം, എല്ലാ മദ്ഹബിലും അയാൾക്ക് ഇൽമുണ്ടാവണം. എന്നാൽ ചെറിയ ഷറഹുകളടക്കം ബഹുമാനപ്പെട്ടവർക്ക് മനഃപ്പാടമായിരുന്നു. ഇങ്ങനെ മുത്തഅല്ലിമീങ്ങളെ സ്നേഹിച്ച് അവരെ താലോലിച്ച് ആ മുത്തഅല്ലിമീങ്ങളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കൊക്കെ വലിയ ബഹുമാനം കൽപ്പിച്ച ബഹുമാനപ്പെട്ടവർ പ്രഖ്യാപിച്ചു, ഈ സ്ഥാപനത്തിൽ 500 മുത്തഅല്ലിമീങ്ങൾ താമസിച്ച് പഠിക്കുന്ന സ്ഥാപനമാകും. ബഹുമാനപ്പെട്ടവര് വേറെ ആരോട് പറഞ്ഞു എനിക്കറിയാം, എന്നോട് പറഞ്ഞു. എന്നോട് ചോദിച്ചു, ശംസുൽ ഉലമ ഇ.കെ. സ്മാരക ഇസ്ലാമിക് സെന്റർ കുറ്റിക്കാട്ടൂർ യമാനിയ, ജാമിയ യമാനിയയിൽ ഇപ്പൊ എത്ര കുട്ടികളുണ്ട്? പലപ്പോഴും ചോദിക്കും. എന്തിനായി ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എത്ര മുദരിസുമാരുണ്ട്, എന്തൊക്കെ ദർശനം ചോദിക്കും, ഏതൊക്കെ കിതാബ് ആരൊക്കെ ദർശനത്തെന്ന് ചോദിക്കും, ഇപ്പൊ എത്ര കുട്ടികളുണ്ട് ചോദിക്കും. ഒരിക്കൽ എന്നോട് എന്നാൽ എന്റെ ഈ സ്ഥാപനത്തിൽ 500 മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന വലിയ ദർസായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വരാൻ പോകുന്ന കാര്യം ഉസ്താദ് നേരത്തെ പറഞ്ഞതാണ്. ഈ 500 കുട്ടികളെ ഉസ്താദിനെ സ്നേഹിക്കുന്നവർ പഠിപ്പിക്കണം. ഇതാ ഞങ്ങൾക്ക് പറയാം. ഇപ്പം 160 മുത്തഅല്ലിമീങ്ങളായി.
ഓരോ വർഷവും 40 കുട്ടികൾ അങ്ങനെ എടുക്കുമ്പോൾ അതിവിദൂരമല്ലാത്ത വർഷങ്ങളിൽ 500 കുട്ടികൾ തികയും. കുട്ടികൾ ഒഴുകുകയാണ്. നല്ല വിദഗ്ധമായ കഴിവുള്ള ബുദ്ധിയുള്ള കുട്ടികളെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ തെരഞ്ഞെടുത്ത് പഠിപ്പിക്കുകയാണ്. പരക്കെടുക്കുകയാണെങ്കിൽ ഇപ്പൊ തന്നെ 500 പോകും. നല്ല ബുദ്ധിയുള്ള 40 കുട്ടികൾ, അവരെയാണ് പ്രത്യേകം ഉസ്താദുമാർ അവരെ മെമ്മറി പരിശോധിച്ച് അവരെ സ്വഭാവങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഇവിടെ ചേർത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്ത് വേണം? അവർക്ക് താമസിക്കാനുള്ള ഒരു ബിൽഡിങ്ങിന്റെ പണി അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷം ഈ ഉറൂസിൽ വെച്ച് നമ്മൾ പറഞ്ഞപ്പോൾ അതിന്റെ ആളുകൾ സഹായവുമായിട്ട് ഇങ്ങോട്ട് പോകുന്നു. അന്ന് നമ്മൾ കണ്ട എസ്റ്റിമേറ്റിനേക്കാൾ ഇപ്പൊ ഒരുപാട് എസ്റ്റിമേറ്റ് കൂടി. കാരണം ഒന്ന് കാലപ്പഴക്കത്തിന്റെ വർധനവ്, മറ്റൊന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല അതിന്റെ അടിയിലേക്ക് പണി ചെയ്തു നോക്കുമ്പോൾ 2 നിലയുടെ ഒരു ഭാഗം വരെ ഭൂമിയുടെ അടിയിൽ മൂടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ചെലവ് വന്നിട്ടുണ്ട്. ഇപ്പൊ 2000 രൂപ തോതിൽ ഒരു സ്ക്വയർ ഫീറ്റിന് അതിന് വില നിശ്ചയിച്ചുകൊണ്ട് ഉള്ള പരിപാടിയാണ് ഈ വർഷം നിങ്ങളെ അറിയിക്കാനുള്ളത്. നിഷാദ് ബാക്കി ഉസ്താദ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കാര്യം പറയും, നിങ്ങളത് ഏറ്റെടുക്കണം. ഒരു സ്ക്വയർ ഫീറ്റ് ഒരാളെ ഏറ്റാൽ നമുക്കെന്താവും? കഴിവുള്ളവർ അതിൽ കൂടുതൽ ഏൽക്കാം. അത് ഏറ്റു കഴിഞ്ഞാൽ നമുക്ക് 2000 റുപ്യല്ലേ പോകുള്ളൂ. എന്നാൽ ഒരു വലിയ സ്ഥാപനത്തിന്റെ അതിലൊരു അംഗമായി നിർമ്മാണത്തിൽ അതിന്റെ ഒരു പ്രധാന കക്ഷിയായി നമുക്ക് മാറാൻ കഴിയും. എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും അത് ഏറ്റെടുക്കണമെന്നും അടുത്ത ഉറൂസാവുമ്പോഴേക്ക് ആ ബിൽഡിംഗ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ടവർ നമ്മുടെ കൂടെയുണ്ടാവും. എനിക്കറിയാം ഇപ്പൊ അടുത്തൊരു പെണ്ണുങ്ങള് പറയണ ആ പെണ്ണിന് വല്ലാതെ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ട് മാനസികമായി വിഷമിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് വന്നിട്ട് ഈ പെണ്ണിനെ വിളിച്ചത്, എന്താ നിനക്ക് വിഷമം, എന്താ നിനക്ക് ബുദ്ധിമുട്ട്? ഉസ്താദായിട്ട് അങ്ങനെ അടുത്ത് ബന്ധം ഈ മലയിലൊന്നും അങ്ങനെ കൂടുതൽ വന്ന പെണ്ണുങ്ങളൊന്നല്ല, അത്ര കൂടുതൽ വയസ്സുള്ള ഒരു പെൺകുട്ടിയുമല്ല. ഇങ്ങനെ മനസ്സ് വിഷമിക്കുന്നവരെ, ബഹുമാനപ്പെട്ടവരുമായി മനസ്സിൽ സ്നേഹം വെക്കുന്നവരെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പോഴും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ദർശിച്ചുകൊണ്ടേയിരിക്കും. നമ്മെ സന്ദർശിക്കും. യാ ഓസിയാ മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ വല്ലേ നിലത്തെന്നും എന്നെ പീഡിപ്പോർക്ക് വായ്പൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ. വായ പൂടുന്നതിന്റെ ഇടക്ക് നല്ല വിശ്വാസത്തോടുകൂടി യാ ഷേഖ് മുഹീദ്ദീൻ എന്ന് വിളിച്ചാൽ ഓസല്ലാദും ഉത്തരം ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു. കേട്ടോ, ഭൂമി വരുണ്ട പോൽ എൻ കയ്യിലെന്നോവാർ. ഭൂമി ഒരു വലിയ ദർജയിൽ ഓസല്ലാദും എത്തുകയാണ്. വിവിധ പരീക്ഷണങ്ങളിൽ ഒരുപാട് ഇബാദത്തുകളിൽ വൈകിക്കൊണ്ട് ഓസല്ലാദും റളിയല്ലാഹു അൻഹു അങ്ങനെ മുന്നോട്ട് കുതിച്ചപ്പോൾ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ലോകം മുഴുക്കെ ബഹുമാനപ്പെട്ട ഓസല്ലാദും ചുറ്റുകയാണ്. അങ്ങനെ റിയാദയിലായി ഒരുപാട് അള്ളാഹുവിലേക്ക് അടുത്തപ്പോൾ അള്ളാഹു ആകാശത്തിന്റെയും ഭൂമിയുടെയും ഒരു ഇടയിലുള്ള ഒരു വലിയ സ്ഥാനത്തേക്ക് ഓസല്ലാദമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുകയാണ്. വജ്ലസനി ഫീ ഖാബി ഖൗസൈനി സയ്യിദി, സയ്യിദായ എന്റെ റബ്ബ് എന്നെ ആകാശഭൂമിന്റെ ഇടയിലുള്ള ഒരു കസേരന്മേൽ എന്നെ കൊണ്ടുപോയി ഇരുത്തിയെന്ന് ഉസല്ലം പറയുന്നു. അവിടെ ഇരുന്ന് നോക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് അല്ലാഹു എന്നെ എത്തിച്ചപ്പോൾ ഭൂമി ഒരുണ്ട പോൽ, ഭൂമി ഒരു കോഴിമുട്ട പോലെ, ഭൂമി ഒരു കോട്ടിയെ പോലെ എന്റെ കയ്യിൽ വെച്ച് തിരിച്ചും പറിച്ചും നോക്കാനുള്ള കഴിവ് റഹ്മാനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എനിക്ക് നൽകി എന്ന് മഹാനായ റസൂലുള്ളാഹി പറയുകയുണ്ടായി. അപ്പം അങ്ങനെ ആവുമ്പോൾ ഈ കോട്ടി പോലെയുള്ള കോഴിമുട്ട പോലെയുള്ള ഈ ഭൂമിന്റെ ഏത് ദിക്കിൽ നിന്ന് എവിടെ വെച്ച് എന്നെ വിളിച്ചാലും വായ പൂടുന്നതിന്റെ ഇടയ്ക്ക് എനിക്ക് ഉത്തരം ചെയ്യാൻ കഴിയുമെന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞാൽ അത് അത്ഭുതപ്പെടേണ്ടതില്ല. ആ മഹാനായ റസൂലുള്ളാഹിന്റെ കറകളഞ്ഞ മുരീദന്മാരിൽ ഏറ്റവും പ്രധാനിയായിരുന്നു ബഹുമാനപ്പെട്ട തൃപ്പഞ്ച് ഉസ്താദ് മഹാനായ ശംസുൽ ഉലമ തങ്ങൾ.
ഇവരൊക്കെ അവരുടെ ഖലീഫമാരാണ്, മുരീദന്മാരാണ്. ബഹുമാനപ്പെട്ടവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, ഒരു ഫാത്തിഹ ഓതിയാൽ ബഹുമാനപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട സ്ഥാപനത്തെ നിങ്ങൾ സഹായിച്ചാൽ ബഹുമാനപ്പെട്ടവർ നമ്മോടൊപ്പം ഉണ്ടാവും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ഇവിടെ കൂടി ആയിരക്കണക്കായ സഹോദര സഹോദരിമാർ ഈ സ്ഥാപനത്തിന് നെഞ്ചേറ്റണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. കഴിഞ്ഞ ഉറൂസുകളിലൊന്നും ഇങ്ങനെ നമ്മൾ പറയാറില്ല. അങ്ങനെ പറയുന്നൊരു ശൈലിയും ഇവിടെയില്ല. ഉണ്ടോ? വാപ്പതങ്ങളാണ് നേതൃത്വം നൽകുന്ന മുഖ്യ കണ്ണി ബഹുമാനപ്പെട്ട വാപ്പതങ്ങളാണ്. അങ്ങനെ ഇന്നലെ ഇവിടെ അത്തിപ്പറ്റ ഉസ്താദ് വന്നുപോയി. നമ്മുടെ ഒരു പിരിവും പറഞ്ഞ് ചടപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരിപാടി ഈ മലമുകളിലോ മഹാനായ ഉസ്താദിന്റെ ചരിത്രത്തിലോ ഇല്ല. പക്ഷേ ഉസ്താദ് പറഞ്ഞ കാര്യം നിങ്ങളെ അറിയിക്കാൻ മാത്രം ഞാൻ ഈ കാര്യം ഉണർത്തിയെന്നുള്ളൂ. നമ്മളൊക്കെ എന്ത് ചെയ്യണം? നമ്മളൊരു കുടുംബത്തിന്റെ ഒരു അംഗത്തെ പോലെ, നമ്മളൊരു മകനെ പോലെ, നമ്മളൊരു മകളെ പോലെ ഈ സ്ഥാപനത്തിന് നിങ്ങൾ കണക്കാക്കിയാൽ നമുക്ക് 500ഉം 1000ഉം മുതല്ലിമീകളാക്കി വളർത്താനുള്ള സംവിധാനം, കേരളത്തിൽ മറ്റ് സ്ഥാപനങ്ങൾക്കില്ലാത്ത സംവിധാനം ഇവിടെ സംവിധാനിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഈ ലോകത്തോട് വിട പറഞ്ഞത്. നമുക്ക് ഉണ്ടാക്കേണ്ടിയല്ലേ? കണ്ടത് ഇതെന്തൊരു സൗകര്യമാണ്. ചുമര് ചുറ്റുമതിൽ വെച്ചിട്ടില്ല. ഉണ്ടോ? എന്തുകൊണ്ട് ചുറ്റുമതിൽ വെക്കുന്നില്ല എന്ന് ചോദിച്ചവരുണ്ട്. താഴെ ചുറ്റുമതിലുണ്ട്, ഇവിടെ എന്തുകൊണ്ട് മതിൽ കെട്ടിയില്ല? ആ ചോദ്യത്തിന് മറുപടിയാണ്. കണ്ടോ, ഇവിടെ ഫാന്റെ ആവശ്യം അങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ലാതെ ബഹുമാനപ്പെട്ട സംവിധാനിച്ച സംവിധാനമാണ്. അല്ലാഹുവേ, ആ മഹാന്റെ ദർജനെ നീ ഉയർത്തണേ തമ്പുരാനെ. ഞാനിനി കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് നിങ്ങൾക്ക് വലിയ നിഅമത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും ഇങ്ങോട്ട് ഓടി വരിക. കുഞ്ഞാപ്പാജി എവിടെ? ബാപ്പത്തങ്ങൾ എവിടെ? ദുആന്റെ ഒരു പട്ടിക, വലിയ പട്ടിക തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നൗഷാദ് ബാഖവി ഉസ്താദിന്റെ വലിയ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യും. അല്ലാഹു ഇവിടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സഹായവും അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ ഇവിടേക്ക് വരലാരാന്നറികള് ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയ കേസുകളാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് അവസാനം മെഡിക്കൽ കോളേജിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മടക്കുക. അവിടുന്ന് ദൈവത്തിൽ വിശ്വാസമുള്ളവർ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് ഡോക്ടർ പറയും. ഈശ്വരവാദിയായ ഡോക്ടർ അവസാനം അങ്ങനെയാ പറയാ. ദൈവത്തിൽ വിശ്വാസമുള്ളവർ, എനിക്കതിൽ വിശ്വാസമല്ല, നിങ്ങൾ വിശ്വസിച്ചോളി, പ്രാർത്ഥിച്ചോളി, വേറെ മാർഗമൊന്നുമില്ല എന്ന് പറയുന്ന കക്ഷികളാണ് ഈ കുന്നിന്റെ മുകളിലേക്ക്, കൊടിമരത്തെങ്കിലേക്ക് വരുന്നത്. ഇവിടേക്ക് നേർച്ചകൾ തരുന്നവർ കേട്ടോ. ഒന്ന് പറഞ്ഞോട്ടെ, ഈ കൊടിമരത്തിന്റെ അടുത്ത് ഓസല്ലാമിന്റെ പേര് യാസീനോദി താഴെയുള്ള ശിഫാ വെള്ളം എടുത്ത് കുടിച്ചാൽ രോഗം സുഖപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുന പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവരോട് ആരാങ്കർ പറഞ്ഞത്? ഓസല്ലാം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ഈ കൊടിമരത്തിൽ വരിക, ഇവൻ മൊയ്തീൻ ഷെയ്ഖിന്റെ പേര് യാസീനോദിയ, താഴെ ആ കുളത്തിൽ പോയിട്ട് വെള്ളം എടുത്തിട്ട് കുടിച്ചാൽ ഏത് രോഗവും സുഖപ്പെടും. അള്ളാഹു അതിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തോപ്പിക്ക് ചെയ്യട്ടെ. അപകടം പറ്റി പെരിന്തൽമണ്ണ ICUവിൽ അഡ്മിറ്റായ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വീട് പണി പൂർത്തിയാക്കാൻ, പ്രസവത്തിനും ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി ഒരു ആടിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇങ്ങനെ വന്നു. ഇവിടെ താഴത്തുള്ള ലിസ്റ്റും വലിയ കെട്ട് തന്നെ ഉണ്ട്. അല്ലാഹു തആലക്കറിയാം. ഇവിടെ സഹായിച്ച ആളുകൾ, ഇവിടേക്ക് പിന്നെ പോത്ത് നൽകിയവർ, ഇവിടേക്ക് അരി നൽകിയവർ. നമ്മൾ വിചാരിച്ചത്ര പോത്തൊന്നും പോരാ. ഒരു 100 കിൻഡൽ പോത്തെങ്കിലും ഇവിടെ ശനിയാഴ്ച അറക്കേണ്ടി വരും. 100 കിൻഡലിലേറെ അരി ഇവിടെ സമാപന ദിവസം വെക്കേണ്ടി വരും. ഇതൊക്കെ ആളുകൾ ഇങ്ങനെ നേർച്ച നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഉള്ള പ്രയാസങ്ങൾ അള്ളാഹുവെ തീർത്തു കൊടുക്കണേ തമ്പുരാനെ. വിച്ചാൻ വീശപ്പടിക്ക് 4 വർഷമായി സുഖമില്ലാതെ കിടക്കുക. ഇന്ന് 10 കിൻഡൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പറയാൻ പാടില്ല എന്നാണ് നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചത്. കാരണം അത് തേഞ്ഞില്ലെങ്കിലോ എന്നുള്ളത്. വീട്ടിലൊക്കെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചവര് അങ്ങനായിട്ട് പോയതിന് ശേഷമുള്ളവർക്ക് കൊടുക്കാലോ എന്നുള്ളതാണ്. പറയാതിരിക്കാൻ കഴിയാത്ത ബാപ്പുതങ്ങൾ പറഞ്ഞത് കൊണ്ട് പറയാം. ഇന്ന് 10 കിൻഡൽ അരി ഇവിടെ വെച്ചിട്ടുണ്ട്. ബർക്കത്ത് തിക്കും തിരക്കും കൂടാതെ കിട്ടുന്നവരൊക്കെ വാങ്ങാൻ കിട്ടാത്തവർ നാളെ നേരത്തെ വന്ന് വാങ്ങാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിച്ചാൻ വീസപ്പടി 4 വർഷമായി സുഖമില്ലാതെ കിടക്കുകയാണ്. ഇവിടെ വളരെയധികം പ്രവർത്തിച്ച ഒരാളാണ്.
അള്ളാഹുവേ അദ്ദേഹത്തിന്റെ രോഗം ശിഫയാക്കണേ തമ്പുരാനെ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ എഴുതി അറിയിച്ചതും അല്ലാത്തതുമായ എല്ലാ രോഗികളുടെ രോഗവും നീ ശിഫയാക്കണേ തമ്പുരാനെ. മഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, അഹമ്മദ് അൽ കബീർ റളിയല്ലാഹു അൻഹു, മഹാന്മാരായ മശായിഖന്മാരുടെ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാന്റെ അക്കജാഹ ബർക്കത്ത് കൊണ്ട് ഇവർക്കൊക്കെ ശിഫ എളുപ്പമാക്കണേ അല്ലാ. ശിഫയുള്ള മരുന്ന് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സിഹത്ത് നൽകണേ അല്ലാ. കിടക്കയിൽ കിടന്നിട്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ നീ ഒഴിവാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് മാതാപിതാക്കൾ രോഗികളാണ്, പലരും ഭാര്യ മക്കള്, മക്കളെ മക്കള്, മുഹിബ്ബീങ്ങൾ, വേണ്ടപ്പെട്ടവർ, ദുആ കൊണ്ട് വസീയത്തവർ, ബഹുമാനപ്പെട്ടവരുടെ മക്കാമിൽ വന്ന് സിയാറത്ത് ചെയ്യുന്ന ആയിരക്കണക്കിന് സഹോദര സഹോദരിമാർ ഈ കുന്നിൻ മുകളിൽ വന്നു ചേർന്നിട്ടുള്ള 10,000 സഹോദര സഹോദരിമാർ, അവരുമായി ബന്ധപ്പെട്ടവരെല്ലാവരുടെ രോഗവും നീ ശിഫയാക്കണേ തമ്പുരാനെ. നീ ശിഫയാക്കണേ തമ്പുരാനെ. നീ ശിഫ എളുപ്പമാക്കണേ തമ്പുരാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. സിഹത്ത് നൽകണേ റബ്ബേ. കുടുംബം വെറുക്കുന്ന രോഗം തരരുതേ തമ്പുരാനെ. ജനങ്ങൾ വെറുക്കുന്ന രോഗം തരരുതേ തമ്പുരാനെ. സബൂർ ചെയ്യാൻ കഴിയാത്ത രോഗം കൊണ്ട് ഞങ്ങളെയും അവരെയും നീ പരീക്ഷിക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ റബ്ബേ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണേ റബ്ബേ. ഖൈറും ബർക്കത്തുമുള്ള വീടാക്കി ഞങ്ങളുടെ വീടുകളെ മാറ്റണേ റബ്ബേ. പെൺകുട്ടികൾക്ക് അനുയോജ്യരായ ഭർത്താക്കന്മാരെ നൽകണേ റബ്ബേ. എല്ലാം നീ എളുപ്പമാക്കണേ റബ്ബേ. കടങ്ങൾ വീട്ടിൽ തരണേ റബ്ബേ. കടത്തോടുകൂടി ഭരിപ്പിക്കരുതേ തമ്പുരാനെ. അല്ലാഹുവേ, കുന്തൻ മുകളിൽ ഇവിടെ വന്നാൽ പരിഹാരമുണ്ടാകും, ഇവിടെ വന്നാൽ ഇജാബത്തുണ്ടാകുമെന്ന് മനസ്സിലാക്കി വളരെ ദൂരദിക്കിൽ നിന്ന് വരെ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള, വളരെ വിഷമം സഹിച്ച് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകളെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. നീ ഹാസിലാക്കണേ റബ്ബേ. നീ ഹാസിലാക്കണേ തമ്പുരാനെ. അടുത്തതും കൂടി സംസാരിക്കുന്നത് പൂക്കളത്തൂർ മുദരിസ് പ്രമുഖ പ്രഭാഷകൻ അബ്ദുറഹ്മാൻ ദാരിമി അഞ്ചച്ചവിടിയാണ്. നൗഷാദ് ബാക്കവി ഉസ്താദ് 3/4 മണിക്കൂർ മുമ്പ് പെരിന്തൽമണ്ണയിൽ നിന്ന് പോന്ന് ഇവിടെ പരിസരത്ത് എത്തിയിട്ടുണ്ട് എന്ന് നേരത്തെ വിളിച്ചറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം തുടങ്ങും. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ സുഹൃത്ത് അബ്ദുറഹ്മാൻ ദാരിമി അഞ്ചച്ചവിടിയെ പ്രസംഗിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم. ആദരണീയരായ സാദാത്തുക്കളെ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷയോടുകൂടെ നമ്മൾ കാത്തിരിക്കുന്ന പ്രസംഗപീഠത്തിലെ കുലപതി ബഹുമാനപ്പെട്ട നൗഷാദ് ബാക്കവി ഇൻഷാ അല്ലാഹ് ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തുകയായി. 1-2 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ഡിത മഹത്തുക്കൾ നമ്മുടെ വേദിയിലിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനീ ഖിദ്മത്തിന് അവർക്കും നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദിനെയും സ്ഥാപനത്തിനെയും സ്നേഹിച്ച് ബഹുമാനിച്ച് സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, സംഭാവനകൾ നൽകി പലപ്പോഴും ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നവർ,
എല്ലാവരുടെയും രോഗങ്ങൾക്ക് അല്ലാഹു തആല ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നന്മകളുടെ മിഥിൽ സവാബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ അനുസ്മരിക്കുന്ന സദസ്സും സദസ്സിൽ പങ്കെടുക്കുന്നതും അവരോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ വെച്ചു പുലർത്തുന്നതും മാതൃകാപരമായിരിക്കുന്ന ജീവിതങ്ങൾ വിലയിരുത്തി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതും വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയമാണ് എന്നുള്ളത് ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചും സംശയിക്കാൻ സാധ്യതയുള്ള കാര്യമല്ല. ഇസ്ലാമിന്റെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ ഈ സമുദായത്തിന് അഭിവൃദ്ധിയും പ്രതാപവുമൊക്കെ നിലനിന്നതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്തതിന്റെ പേരിലാണ്. അംബിയ മുർസലുകളെ ആദരിച്ചുകൊണ്ട് അവർക്കുള്ള അമാനുഷികമായിരിക്കുന്ന കഴിവുകൾ സമ്മതിക്കുന്നത് പോലെ ഔലിയാക്കന്മാരെ പഠിക്കുകയും അവരെ മനസ്സിലാക്കുകയും അവരെ ആദരിക്കുകയും പരിശുദ്ധമായിരിക്കുന്ന ജീവിതം കാഴ്ചവെച്ചതിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് നിൽക്കുന്ന ബഹുമതികളെ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിരിക്കുന്ന സൗഭാഗ്യങ്ങൾ വന്നുകൂടുവാൻ അത് കാരണമാകുമെന്നുള്ളത് മുൻകാല മഹത്തുക്കൾ മുഴുവനും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നേതൃത്വം അത് വളരെ വ്യക്തമായി നമുക്ക് വിശദീകരിച്ചു തരുകയും ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് മഹാരഥന്മാരായിരിക്കുന്ന പണ്ഡിതന്മാര് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഭൂമി ലോകത്ത് അവർ അല്ലാഹുവിന്റെ ഖലീഫമാരാണ് എന്നാണ്. ലോകത്തുള്ള മനുഷ്യന്മാർ മുഴുവനും അല്ലാഹുവിന്റെ ഖലീഫമാരാണ്. ഖലീഫ എന്ന് പറയാവുന്ന സ്റ്റേജിൽ നമ്മുടെ ജീവിതം പലപ്പോഴും സമീപിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ജീവിതത്തിൽ അനീതിയും അക്രമവും കൊള്ളരുതായ്മകളും കളവുകളും വഞ്ചനകളും ചൂഷണങ്ങളും ഒക്കെ വളരെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രതിനിധി എന്ന് പറയാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ സമീപിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോൾ ഈ പ്രാതിനിധ്യ സ്വഭാവം യഥാർത്ഥത്തിൽ നിലനിർത്തുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരാണെന്ന് അല്ലാമ മുഹ്യിദ്ദീൻ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലത്തെ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറയുന്ന സ്റ്റേജിൽ അവരുടെ ജീവിതത്തെ അവർ ക്രമപ്പെടുത്തുമ്പോൾ ചിട്ടപ്പെടുത്തുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ വല്ലാതെ സന്തോഷിക്കുന്നു. അല്ലാഹു സന്തോഷിക്കുമ്പോൾ മാലാക്കന്മാരോട് അഭിമാനം പറയുന്നു. മാലാക്കന്മാരത് മനസ്സിലാക്കുമ്പോൾ ഭൂമിക്ക് മുകളിലുള്ള സർവ്വചരാചരങ്ങളോടും ആ കാര്യം വിശദീകരിക്കുകയും ജനമനസ്സുകളിലേക്ക് അങ്ങനെയുള്ള ആളുകളോടുള്ള ആദരവുകളും ബഹുമാനങ്ങളും സ്നേഹങ്ങളും ഒക്കെ അറിയാതെ കടന്നുവരും. ഒരു പഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജനങ്ങളല്ല ഇവിടെ സമ്മേളിച്ചത്. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളെ ആസ്ഥാനമാക്കിക്കൊണ്ടുള്ള ജനങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഭൗതികമായിരിക്കുന്ന താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ മുന്നിൽ കണ്ടതിന്റെ പേരിലല്ല. ഉറൂസ് പരിപാടി നിശ്ചയിച്ചത് മുതൽക്ക് മീഡിയകളിലൂടെയും മറ്റും ഈ പരിപാടി അറിഞ്ഞത് മുതൽക്ക് ഒരു മനസ്സിന്റെ ആഗ്രഹം പോലെ അത് കാത്തു സൂക്ഷിക്കുകയും ആ സന്ദർഭം വന്നണയുന്ന സന്ദർഭത്തിൽ സ്വമേധയാ അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന ശൈലികൾ കാണുമ്പോൾ
ഇതിന്റെ അടിസ്ഥാനപരമായിരിക്കുന്ന നിലപാട് വിലയിരുത്തുമ്പോഴാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവരെ പോലെയുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ ജീവിതകാലത്തും ജീവിതത്തിന് ശേഷവും അവിടുത്തെ ബഹുമതികൾ നിലനിൽക്കുന്നത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാലാക്കന്മാരോട് അഭിമാനം പറയുന്നു, മാലാക്കന്മാര് സർവ്വ പടപ്പുകളോടും അഭിമാനം പറയുന്നു. അതിന്റെ സ്നേഹത്തിന്റെ പ്രകടനങ്ങളായി ആളുകൾ ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു രീതി ഈ പ്രപഞ്ചത്തിന്റെ സംരക്ഷണത്തിന് കാരണമായി വരികയാണ്. നമുക്കറിയാമല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യന്മാരെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഖലീഫയെ നിശ്ചയിക്കുന്നു. മലാക്കന്മാരുടെ അഭിപ്രായം ചോദിച്ചു. മലക്കുകൾ പറഞ്ഞു, രക്തച്ചൊരിച്ചിലുകളും ഫസാദുകളും കടുപ്പങ്ങളും ഉണ്ടാക്കുന്ന വിഭാഗത്തിൽ എന്തിനെ പടക്കണം? നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്, ഞങ്ങൾ തന്നെ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, നിനക്ക് തസ്ബീഹ് ചൊല്ലുന്നു എന്ന് പറഞ്ഞു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് രാവും പകലും ക്ഷീണമില്ലാതെ പ്രയാസമില്ലാതെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് പരിശുദ്ധന്മാരായിരിക്കുന്ന മലക്കുകൾ എന്ന് പറയുന്നവർ. ഞങ്ങൾ ആ വിഷയം നിർവഹിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നാശങ്ങളും കുഴപ്പങ്ങളും ഫിത്നകളും ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ പടക്കുന്നത് എന്ന ചോദ്യത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യക്തമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ട് മറുപടി പറയാൻ വേണ്ടി ഒരുങ്ങുന്നത് അവരെക്കാളും കൂടുതൽ തസ്ബീഹ് ചെല്ലുന്ന ഒരു വിഭാഗത്തെ പടച്ചുകൊണ്ടല്ല. വേണമെങ്കിൽ അങ്ങനെയാകാമായിരുന്നു. മലക്കുകൾക്ക് കേട്ടുകേൾവിയില്ലാത്ത, മലക്കുകൾക്ക് പഠിപ്പിക്കപ്പെടാത്ത, മലക്കുകളോട് ചൊല്ലണമെന്ന് നിർദ്ദേശിക്കാത്ത ഒരു വലിയ തസ്ബീഹ് മനുഷ്യന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അത് ചൊല്ലി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചൊല്ലും. അങ്ങനെ ശൈലി അല്ലാഹു തആല സ്വീകരിച്ചില്ല. മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ഞങ്ങൾ തന്നെ നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ സുബ്ഹാനല്ലാഹ് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇനിയൊരു വിഭാഗത്തെ പടക്കേണ്ട എന്ന അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രഥമ മനുഷ്യനായി അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് മലക്കുകൾക്ക് പരിചയം പോലും ഇല്ലാത്ത ഒരു പ്രധാനമായ ദിക്ർ അല്ലെങ്കിൽ തസ്ബീഹ് പറഞ്ഞു കൊടുത്തിട്ട് ചൊല്ലും എന്ന് പറഞ്ഞാൽ ചൊല്ലും. ചൊല്ലുന്നത് കേൾക്കുമ്പോൾ മലക്കുകൾ അത്ഭുതപ്പെടും. നാളിതുവരെയായി ഞങ്ങൾ കേൾക്കാത്തൊരു വാക്ക്, ഞങ്ങൾ പറയാത്തൊരു വചനം, ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പരിശുദ്ധിയുടെ വാക്ക്, ഇതെന്ത്? അത്ഭുതപ്പെട്ടു പോകും. അത്ഭുതമുളവാകുന്ന സന്ദർഭത്തിൽ വേണമെങ്കിൽ മാലാക്കന്മാരോട് അല്ലാഹു തആലാക്ക് പറയാം, ഇപ്പൊ എന്താ അവസ്ഥ? നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് തസ്ബീഹ് ചൊല്ലാനും തഖ്ദീസ് പ്രകടിപ്പിക്കാനും ഞങ്ങൾ തന്നെ ധാരാളം മതി, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത പരിശുദ്ധമായിരിക്കുന്ന വചനം പറഞ്ഞ് എന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെയാണ് ഞാൻ പടച്ചത് എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ട് മാലാക്കന്മാരവിടെ പരാജയപ്പെടുത്താമായിരുന്നു. പക്ഷേ അല്ലാഹു തആല ഒരു സംവിധാനമല്ല സ്വീകരിച്ചത്. അതേസമയം മനുഷ്യന്റെ ആത്മീയമായിരിക്കുന്ന പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങൾ മുഴുവനും പ്രഥമ മനുഷ്യൻ എന്നുള്ള നിലയിൽ ആ മനുഷ്യൻ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എല്ലാം പറഞ്ഞു കൊടുത്തു. ചരിത്രം നിങ്ങൾക്കറിയാം, ഞാൻ ആ മേഖല സ്പർശിക്കുകയല്ല. എല്ലാം പഠിപ്പിച്ചു കൊടുത്തു, എല്ലാം അവതരിപ്പിച്ചു കൊടുത്തു. പടച്ച തമ്പുരാന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അബൂനാബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മാലാക്കന്മാർക്ക് മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. പഠിപ്പിച്ചു കൊടുത്ത് അത്ഭുതപ്പെടുന്ന സന്ദർഭത്തിൽ മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ. വളരെ ശ്രദ്ധേയമായൊരു വാക്കാണത് സുബ്ഹാനക. ആരംഭം തന്നെ സുബ്ഹാനക എന്ന മലക്കുകൾ കഥയുള്ളൂ. സുബ്ഹാനക സുബ്ഹാനക എല്ലാ സമയത്തും അങ്ങനെയാണ്. മാലാക്കന്മാര് പറയുന്നത് സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. പ്രഥമ ദൃഷ്ടി അവർ പറയുന്ന സുബ്ഹാനക. കാരണം രാവും പകലുമില്ലാതെ, ഇടതടവില്ലാതെ, ക്ഷീണമില്ലാതെ, പ്രയാസമില്ലാതെ പടച്ച തമ്പുരാന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗം മലക്കുകൾ പറയുകയാണ് സുബ്ഹാനക. പടച്ചോനെ, നിന്നെ ഞങ്ങൾ പരിശുദ്ധനാക്കുന്നു. പിന്നെയാണ് പറയുന്നില്ല ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, നീ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല തമ്പുരാനെ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെക്കാളും ആദരവുള്ളവർ, ഞങ്ങളെക്കാളും മഹത്വമുള്ളവർ നീ പടക്കുകയില്ലെന്ന് വിചാരിച്ചു. ആ വിചാരങ്ങൾ മുഴുവനും പാളിയിരിക്കുകയാണ്. സുബ്ഹാനക, നിന്നെ പരിശുദ്ധനാക്കുന്നു. ഇവിടെയാണ് മനുഷ്യനും മലക്കുകളും തമ്മിൽ വേർതിരിയുന്നത്. അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് അവന്റെ യഥാർത്ഥ പ്രതിനിധികളായി അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചു.
അവരിൽ നിന്ന് തന്നെ യഥാർത്ഥ പ്രതിനിധം എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തിപ്പെടുകയും ജീവിതം യഥാക്രമം വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സ്വഭാവത്തിലും സംസ്കാരത്തിലും പടച്ചറപ്പിന്റെ പ്രാതിനിധ്യം അവകാശപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ഈ ലോകത്ത് ജീവിതത്തെ കടിഞ്ഞാണിട്ടുകൊണ്ട് നിയന്ത്രിച്ചത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായിരുന്നു. അതുകൊണ്ടാണ് ആരിഫീങ്ങൾ പറഞ്ഞു ഹും ഖുലഫാഉല്ലാഹി ഫിൽ അർള്, ഭൂമിയിൽ അള്ളാഹുവിന്റെ ഖലീഫമാരാണ് ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഭൂമിയിൽ അവന്റെ പ്രതിനിധികളാകുന്നു എന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രാതിനിധ്യ സ്വഭാവം കടന്നു വരുന്നത് അള്ളാഹു തആല സൃഷ്ടിച്ചു, അള്ളാഹു തആലയെ കുറിച്ച് ആലോചിച്ചു, അള്ളാഹു തആലയെ കുറിച്ച് അറിഞ്ഞു, അള്ളാഹു തആലയെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറിയണമെന്നാണ് അള്ളാഹു തആല ആദ്യം പറഞ്ഞത്. അറിയണം. വസ്തഗ്ഫിർ ലിദംബിക, കർമ്മം മറ്റൊരു തലത്തിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന വിഷയം പഠിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൊരുൾ അറിയണം. ലോകത്ത് കടന്നു വന്ന മുഴുവൻ ഇൽമിന്റെയും സ്വംശീകരണം അത് പടച്ച റബ്ബല്ലാതെ ഇലാഹില്ല എന്നുള്ളതിന്റെ അകങ്കാമ്പിലേക്ക് കടന്നു പോകുകയാണ്. മതപരമായിരിക്കുന്ന ഇൽമുകൾ അങ്ങോട്ടാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ആദ്യമായി വേണ്ടത് അറിവാൻ. അറിയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്. പിന്നെയാണ് കർമ്മപദങ്ങളിലേക്ക് ഒരു മനുഷ്യന്റെ കടന്നു വരവ് എന്നാണ് ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നത്. ഈ അറിവ് ആർജിച്ച് അല്ലാഹു തആലയെ കുറിച്ച് മനസ്സിലാക്കി, അല്ലാഹു തആലയെ കുറിച്ച് ചിന്തിച്ചു. ആ ചിന്തയുടെ ശേഷം അവർ പറഞ്ഞു സുബ്ഹാനല്ലാഹ്. മനുഷ്യന്റെ സുബ്ഹാനല്ലാഹ്ക്ക് പ്രത്യേകതയുണ്ട്. മാലാക്കന്മാരുടെ സുബ്ഹാനല്ലാഹയിൽ നിന്നും മനുഷ്യന്റെ സുബ്ഹാനല്ലാഹ് വേർതിരിയുന്നത് എവിടെയാണ്? മലക്കുകൾ പറയുന്നത് സുബ്ഹാനല്ലാഹ് എപ്പോഴും അങ്ങനെ തന്നെ. കൂടുതൽ ചിന്തിക്കേണ്ട, കൂടുതൽ ആലോചിക്കേണ്ടതില്ല. അല്ലാഹ് പറഞ്ഞു തസ്ബീഹ് ചൊല്ലണം, അല്ലാഹ് പറഞ്ഞു തഖ്ദീസ് പറയണം, അതവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ലാ യഫ്തുറൂൻ, ക്ഷീണമില്ല, തളർച്ചയില്ല, പ്രയാസമില്ലാതെ മണിക്കൂറുകളോ കാലങ്ങളോ വ്യത്യാസമില്ലാതെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സുബ്ഹാനക അത്ഭുതപ്പെടുന്ന സന്ദർഭത്തിലും പറഞ്ഞു നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾക്കറിവില്ല തമ്പുരാനെ, ഞങ്ങൾക്കറിവില്ല തമ്പുരാനെ. മനുഷ്യന്മാർ ഇവിടെയാ പറയാൻ കുറച്ച് കാലതാമസമുണ്ടാകും. അഥവാ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. സ്വന്തം ശരീരത്തെ സൃഷ്ടിച്ചതിൽ ദൃഷ്ടാന്തമുണ്ട്. ഖുർആൻ ചോദിക്കുന്നു വഫീ അംഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളുടെ ശരീരങ്ങളിൽ അല്ലാഹു തആലയെ കുറിച്ച് കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയും. എന്തേ നിങ്ങൾ കാണുന്നില്ലേ? ശരീരങ്ങളിൽ അള്ളയുണ്ട്, പ്രവർത്തനങ്ങളിൽ അള്ളയുണ്ട്, എവിടെയും അള്ളയുണ്ട്. എന്തേ നിങ്ങൾ കാണുന്നില്ലേ? ചിന്തയിലേക്കാണ് മനുഷ്യന്റെ മനസ്സുകളെ കൊണ്ടുപോകുന്നത്. ചിന്തയിലേക്ക്. ആരാധനാപരമായ കർമ്മങ്ങൾ ഇത്ര സജീവമായി അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നിസ്കാരത്തെ സംബന്ധിച്ച് പരിമിതമായ കാര്യങ്ങൾ, നോമ്പിനെ സംബന്ധിച്ച് പരിമിതമായ വിവരങ്ങൾ, സക്കാത്തിനെ സംബന്ധിച്ച് പരിമിതമായ വിവരങ്ങൾ, അനുഷ്ഠാന കർമ്മങ്ങളെ സംബന്ധിച്ച് പരിമിതമായ വിവരങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ കണ്ടെത്താൻ നമുക്ക് കഴിയും. പക്ഷേ ചിന്തിക്കണമെന്ന് എത്ര സ്ഥലത്ത് അല്ലാഹു തആല ആവശ്യപ്പെട്ടത്? ഒരു സ്ഥലത്താണോ? രണ്ട് സ്ഥലത്താണോ? എത്ര സ്ഥലങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് പറഞ്ഞു? ചിന്തക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. ചിന്തിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ചുള്ള അറിവുകളാണ് ഓരോ മനുഷ്യന്റെ മനോമുഖരത്തിലേക്കും കടന്നു വരിക. എന്നിട്ട് പറയാൻ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില. പടച്ചോനെ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക, നിന്നെ പരിശുദ്ധനാക്കുന്നു തമ്പുരാനെ. സുബ്ഹാനക എന്ന് പറയാൻ ഘട്ടങ്ങൾ കടന്നു വരേണ്ടി വന്നു. ആലോചിച്ചു, ചിന്തിച്ചു. അള്ളാന്റെ തൗഹീദിനെ സംബന്ധിച്ചും അവന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചും അവന്റെ കുദറത്തുകളെ സംബന്ധിച്ചും അവന്റെ വിശേഷണങ്ങളെ സംബന്ധിച്ചും ചിന്തിച്ചപ്പോൾ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ഇതിലൊക്കെ ഞങ്ങൾക്ക് ഗുണപാഠങ്ങളുണ്ട്. ഞങ്ങളുടെ മനസ്സുകളെ ആധ്യാത്മിക ലോകങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് ചുവടുകളുണ്ട്. സുബ്ഹാനക, നിന്നെ പരിശുദ്ധനാക്കുന്നു തമ്പുരാനെ, നിന്നെ പരിശുദ്ധനാക്കുന്നു തമ്പുരാനെ. കണ്ടോ, മനുഷ്യൻ ആ ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ, ഉസ്താദിനെ പോലെയുള്ളവർ, ജീവിച്ചിരിക്കുന്ന ഔലിയാക്കന്മാർ, മൺമറഞ്ഞുപോയ ഔലിയാക്കന്മാർ ആ ഒരു സ്റ്റേജിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തിയപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈ ഭൂമി ലോകത്ത് അള്ളാഹു തആലയുടെ ഖലീഫ സ്ഥാനം നിർവഹിച്ചവരായിരുന്നു.
അവരെ കാണാനും അവരെ പറയാനും അവരെ പുകഴ്ത്താനും അല്ലാഹു തആല സമയം കണ്ടു. അല്ലാഹു തആലാക്ക് അത് വലിയ സന്തോഷമാണ്, വലിയ ആഹ്ലാദമാണ്. അല്ലാമ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഇന്ന റജുലൻ മിൻ ബനി ഇസ്രായീൽ അബദല്ലാഹ 70 സന. ബനി ഇസ്രായേലിൽ ഒരു മനുഷ്യൻ 70 കൊല്ലം അല്ലാഹു തആലാക്ക് ഇബാദത്ത് കൊടുത്തു. നീണ്ട 70 കൊല്ലം. 70 കൊല്ലം എന്ന് പറഞ്ഞാൽ നമുക്കതറിയാമല്ലോ, കേവലം പകലുകൾ മാത്രമല്ല. കൊല്ലം എന്ന് പറയണമെങ്കിൽ ദിവസങ്ങൾ മറികടക്കണം. ദിവസങ്ങൾ ആഴ്ചകളായി രൂപാന്തരപ്പെട്ടു വരണം. ആഴ്ചകൾ മാസങ്ങളായി മറികടക്കണം. വർഷങ്ങളായി മറികടന്നു പോകുമ്പോഴാണ് കൊല്ലങ്ങൾ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. വിശ്രമമില്ലാത്ത ആരാധനാ കർമ്മങ്ങൾ എന്ന് ചുരുക്കം. അബദല്ലാഹ 70 സന, 70 കൊല്ലം അല്ലാഹു തആലാക്ക് ഇബാദത്ത് കൊടുത്തു. അറാദല്ലാഹു അയജുലുഹു അലൽ മലായിക. ഈ മനുഷ്യന്റെ ആത്മീയമായിരിക്കുന്ന പവർ മാലാക്കമാർക്ക് അല്ലാഹു തആല വെളിവാക്കി കൊടുക്കാനൊന്ന് തീരുമാനിച്ചു. ഇദ്ദേഹത്തിന്റെ ശക്തി, ഇദ്ദേഹത്തിന്റെ ആത്മീയത, ഇബാദത്തിന്റെ മൂല്യങ്ങൾ അല്ലാഹു തആലാക്ക് വെളിവാക്കി കൊടുക്കാൻ വേണ്ടി, മാലാക്കമാർക്ക് വെളിവാക്കി കൊടുക്കാൻ അല്ലാഹു തആല തീരുമാനിക്കുകയാണ്. മലക്കരെ അല്ലാഹു തആല നിയമിക്കുന്നു. മലക്കനോട് പറയാൻ ആവശ്യപ്പെടുകയാണ്, ഈ ഇബാദത്തുകളെ കൊണ്ടൊന്നും സ്വർഗലോകത്തേക്ക് എത്തിപ്പെടാൻ ഒരു പക്ഷേ കടിഞ്ഞോളം എന്ന് വരികയില്ല. ഇത് പറയാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു മലക്കിനെ നിയമിക്കുന്നത്. അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു മലക്ക് വരുന്നു, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനോട് ഈ കാര്യം പറയുകയാണ്. ഒരു നിരുത്സാഹപ്പെടുത്തുന്ന ശൈലി. ഈ നീണ്ട ആരാധനാ കർമ്മങ്ങളൊന്നും ഒരു പക്ഷേ നിങ്ങൾക്ക് സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാൻ പര്യാപ്തമാകുകയില്ല എന്ന വാക്ക് കേട്ടപ്പോൾ ഈ മനുഷ്യൻ പതറിയില്ല. അവിടെയാണ് ഒരു മനുഷ്യന്റെ ആത്മീയമായിരിക്കുന്ന വീര്യം നമുക്ക് പ്രകടമാകുക. ഔലിയാക്കന്മാരെ തരംതിരിഞ്ഞു വരുന്ന അവിടെയാണ്. എന്തെങ്കിലും കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ, പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ, ആക്ഷേപങ്ങൾ കേൾക്കുമ്പോൾ, വ്യക്തിഹത്യയും സ്വഭാവഹത്യയും പ്രകടമാകുമ്പോൾ നിലപാടിൽ നിന്ന് മാറ്റം വരുന്നവരല്ല, ആദർശത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവരല്ല യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞാൽ. ഈ കർമ്മങ്ങളെ കൊണ്ടും സ്വർഗലോകത്തേക്ക് പ്രവേശിക്കാൻ ഒരുപക്ഷെ പര്യാപ്തമായി എന്ന് വരൂല. ഈ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറഞ്ഞ വാക്ക് അല്ലാമ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതി വെച്ചിട്ടുണ്ട്, നഹ്നു ഖുലിഖ്നാ ലിൽ ഇബാദ. ഞങ്ങളെ ഇബാദത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്, ഞങ്ങളത് നിർവഹിക്കും. സ്വർഗം കിട്ടിയോ എന്നുള്ളതല്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് ബാക്കവി ഉസ്താദ് അവർകൾ വേദിയിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനികളെ, പ്രതീക്ഷിച്ചതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനി ഖിദ്മത്തിന് അവർക്കും നമുക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഒരു 2 മിനിറ്റ് വിശ്രമിക്കുക എന്നാണ് പറഞ്ഞത്. ഞാൻ ആരെയും അലോസരപ്പെടുത്തി, എനിക്കറിയാം ഞങ്ങൾ വായിക്കുന്നുണ്ട്, അത് നമ്മുടെ ശൈലിയുമല്ല, നമ്മുടെ സ്വഭാവവുമല്ല. പ്രഭാഷകന്മാരെ വേദിയിലെത്തി എന്തെങ്കിലും പറയുന്ന ശൈലി നമുക്കില്ലതാനും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദീനിന് വേണ്ടി ശ്രാന്ത പരിശ്രമം നടത്തുകയാണ്. അവരിലൂടെ ദീനിങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കും. ദീനിന്റെ സ്ഥാപനങ്ങളും കലാലയങ്ങളും ദീനിന്റെ പ്രവർത്തനങ്ങളുമൊക്കെ സാമ്പത്തിക മേഖലയിലും ശാരീരിക മാനസിക മേഖലയിലുമൊക്കെ വളരെ സജീവമായി മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ആയുസ്സുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മനുഷ്യൻ പറയാം, ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലേ എന്നെ സൃഷ്ടിക്കപ്പെട്ടത്, അതുകൊണ്ട് സ്വർഗം കിട്ടിയോ ഇല്ലേ എന്നുള്ളതല്ല. ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇബാദത്ത് ചെയ്യും. ഉറച്ചു നിൽക്കുകയാണ്. മലക്കിന്റെ മുമ്പിൽ സിംഹഗർജനം മുഴക്കാൻ, ഇബാദത്തിന് വേണ്ടി പടച്ച റബ്ബ് ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം കിട്ടുമോ ഇല്ലേ എന്നുള്ളതല്ല. കൽപ്പിക്കപ്പെട്ട ദൗത്യം വളരെ ഭംഗിയായി നിർവഹിക്കാൻ സജ്ജമാകുമെന്നുള്ള ധീരമായ മറുപടി കേട്ടപ്പോൾ മലക്ക് അവിടുന്ന് തിരിഞ്ഞു പോരുകയാണ്. മലക്ക് അവിടുന്ന് മടങ്ങിപ്പോന്നു. മടങ്ങി വരുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല ചോദിക്കുകയാണ്, അല്ല മലക്കേ, എന്താ എന്റെ അടിമ പറഞ്ഞത്? എന്ത് പറഞ്ഞു? ഈ സന്ദർഭത്തിൽ ആ മലക്ക് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ അൻത അഅലമു, നീ അറിയുമല്ല നാദാ. അയാൾ
അതെന്താ പറഞ്ഞത് എനിക്കറിയാലോ, ഞാനത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. അല്ലാഹു തആലക്ക് അറിയാഞ്ഞതുകൊണ്ടല്ല, എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ആ ചോദ്യത്തിൽ ഒരു അഭിമാനം പ്രകടിപ്പിക്കലാണ്. എന്റെ അടിമ എന്താ പറഞ്ഞത്, അത് അല്ലാഹു തആല കേൾക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടൊന്നല്ല. എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിലൂടെ പടച്ച തമ്പുരാൻ അഭിമാനം കൊള്ളുന്നു, ഊറ്റം കൊള്ളുകയാണ്. നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കഴിഞ്ഞു. ആദർശത്തിൽ ധീരമായി മുന്നോട്ട് പോകാൻ പരിഹാസങ്ങളും കുത്തുവാക്കുകളും വ്യക്തിഹത്യകളും കടന്നു വരുമ്പോൾ അതിനെ മുഴുവനും വകഞ്ഞു മാറ്റിയിട്ട് പ്രതിസന്ധികളെ തൃണവൽഗടിച്ചുകൊണ്ട് കടന്നു പോകാൻ ഔലിയാക്കന്മാർക്ക് കഴിഞ്ഞത് ലോക മുസ്ലിങ്ങൾക്ക് മാതൃകയാണ്. ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ അല്ലാഹു തആല സഹായിക്കട്ടെ എന്ന് ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട ഉസ്താദ് നൗഷാദ് ബാക്കവി ഉസ്താദിന്റെ പ്രഭാഷണം തുടങ്ങുകയാണ്. അദ്ദേഹത്തിനെ ഈ ഷെയ്ഖുന ഉസ്താദിന്റെ ഈ ഉറൂസിന്റെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു പടച്ചവനെ അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കണേ തമ്പുരാനെ. സമസ്ത ജമിയത്തുൽ ഉലമയുടെ ആശയപ്രചരണത്തിനും ഈ സമുദായത്തിന്റെ നന്മയിലേക്ക് ക്ഷണിക്കാനുമുള്ള ദീർഘായുസ്സും ആഫിയത്തും കുവ്വത്തും ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഈ പ്രസ്ഥാനത്തിന്റെ രംഗത്ത് മരണം വരെ നല്ല ശക്തിയായി നിലകൊള്ളാൻ അള്ളാഹു അദ്ദേഹത്തിന് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. ബഹുമാനപ്പെട്ടവരെ ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ചെയ്യും, ക്ഷണിക്കും.